മയ്യനാട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് തീരാശാപമായി നിലകൊള്ളുന്നു. കൊല്ലം പട്ടണത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് മയ്യനാട് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ മയ്യനാട് പഞ്ചായത്തിൻ്റെ ഒരു തീരാശാപമാണ് 1981 പണി കഴിപ്പിച്ച ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. കാലാകാലങ്ങളായി ഇത് നോക്കുവാൻ ആളില്ലാത്തത് കൊണ്ടും മെയിൻ്റനൻസ് ചെയ്യാത്തതും കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഇത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുക. മുകളിൽ കൂടെ ആരെങ്കിലും നടന്നു പോയാൽ താഴെ മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ. രാവിലെ 6 മണി തൊട്ട് വളരെയധികം ആൾക്കാർ സഞ്ചരിക്കുകയും അതേപോലെ മത്സ്യ മാർക്കറ്റിൽ മീൻ മേടിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വരുന്നവർ ഒട്ടനവധി പേർ ഇതിലേക്കൂടെ പോകുന്നു. ഒരു മെറ്റൽ കഷ്ണം വീണാൽ പോലും അപകടം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജീവഹാനി വരെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മയ്യനാട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം തകർന്നു വീഴാറായ അവസ്ഥയിൽ 1981 പണി കഴിപ്പിച്ച ബിൽഡിംഗ് വാർക്കക്കമ്പി മാത്രമായി ദിനംപ്രതി കോൺക്രീറ്റ് ഇളകി നിലം പതിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പഞ്ചായത്ത് ഭരണസമിതി കയറിയ കാലം തൊട്ടേ പറയുന്നു ഈ ബിൽഡിംഗ് മാറ്റണം, ഈ ബിൽഡിംഗ് മാറ്റി പുതിയത് കെട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് അത് അനുമതി കിട്ടുകയും ഇത് ഫീസിബിലിറ്റി ഇല്ല എന്നുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കത്ത് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കാർ മാറണം എന്ന് പറഞ്ഞിട്ട് പകുതിയോളം ആൾക്കാർ മാറി. പകുതിയുള്ള ആൾക്കാർ മാറാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിന്, ഈ ഭരണസമിതിക്ക് ഇത് ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്നത്. പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞു, ഒന്നിലും ഒരു പിടുത്തവും തരാതെ വ്യാപാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 40-45 വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിൽ 40 വർഷക്കാലമായി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ദ്രോഹിക്കാനല്ല പറയുന്നത്. തൊട്ടു താഴെ വാഹന ഗതാഗതത്തോടുമുള്ള റോഡും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരികയാണ്. ഈ കെട്ടിടത്തിന് മറുവശത്തായി മത്സ്യചന്തയും പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഇടനില നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റുള്ളവരോ ഇടനില നിന്ന് അവരെ മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ദൂരവ്യാപകമല്ലാതെ അടുത്ത വർഷകാലമാകുമ്പോഴത്തേക്ക് ഇത് നിലംപതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മയ്യനാട് പഞ്ചായത്തിനോട് ചേർന്നുള്ള ബഹുനില കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായിട്ടും അധികൃതർ മൗനിയായി മാറുന്നതായി പരാതിയുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഈ മയ്യനാട് പഞ്ചായത്ത് ഓഫീസ് ഇതിലും വലിയ ഗതികേടാണ്. അത് കാലാകാലങ്ങളിൽ മെയിൻ്റെനൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ മയ്യനാട് പഞ്ചായത്തും ഈ കെട്ടിടവും തമ്മിൽ എത്രത്തോളം ദൂരം ഉണ്ടാവും? മയ്യനാട് പഞ്ചായത്തും കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു 50-60 സെന്റിൽ നിൽക്കുന്നു. ആ 60 സെന്റിനകത്താണ് മയ്യനാട് പഞ്ചായത്ത് ഓഫീസും ഈ പറഞ്ഞ കണക്ക് ഈ ബിൽഡിങ്ങും മത്സ്യ മാർക്കറ്റും വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ഭിത്തിയോടെ ചേർന്ന് നിൽക്കുകയാണ്. വയറിങ്ങുകളും ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന ബോക്സും തുരുമ്പെടുത്ത് മറ്റൊരു അപകടത്തിന് വഴിയാകുവാൻ സാധ്യതയേറുന്നു. ഇപ്പൊ ഇവിടെ അകത്ത് മത്സ്യ മാർക്കറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു കല്ല് വന്ന് വീണാൽ മതി, ഇതെല്ലാം തീരാൻ. അപ്പോ ഇരിക്കുന്ന ജീവനക്കാർക്ക് അല്ലെ ഭരണസമിതിക്ക് അവരെല്ലാം പറയുന്നു ഞങ്ങളെ ജോലി തീർന്നു, ഞങ്ങൾക്കിനി വിഷയമില്ല, ഇനി അതായാലും എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ആർക്ക്, ഈ പറഞ്ഞ വ്യാപാരികൾക്ക്, അവരാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് അവരെ മാറ്റാനുള്ള ഒരു പ്രവണതയും കാണിക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പല കമ്മിറ്റിയും പറഞ്ഞു കുഴഞ്ഞ് ഒരു സാധനമാണ്. ഇനി ഇത് വെച്ച് നീട്ടിയാൽ അയൽവാസി അടുത്ത് ചേർന്ന് കിടക്കുന്ന എനിക്ക് പോലും അത് ബുദ്ധിമുട്ടായി മാറും, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം ഒരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് 100%. ബഹുനില കെട്ടിടത്തിന്റെ ഉൾഭാഗങ്ങളിൽ അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടാവും? ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ കളക്ടർ തൊട്ട് താപ്പോട്ട് എല്ലാവർക്കും പരാതി കൊടുത്തു, പല തവണ കൊടുത്തു. അതിന് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പാകെ കമ്മിറ്റിയിൽ പല പ്രാവശ്യം ഞാനിത് ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ കണക്ക് ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൊണ്ട് നോക്കാനും ഇത് ഫീസിബിലിറ്റി ഇല്ല എന്ന് തെളിയിക്കുവാനും സാധിച്ചത്. കെട്ടിടത്തിന്റെ താഴ്വശം ചുവരുകൾക്കും ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഈ കെട്ടിടം ഈ അവസ്ഥയിൽ നിലകൊണ്ടാൽ ഏറെ വിദ്യാസമ്പന്നരും ഉദ്യോഗാർത്ഥികളുമുള്ള മയ്യനാടിനെ നാണക്കേടിന്റെ വലിയ ഒരു അപകടം പതിക്കുന്ന പടുകുഴിയിലേക്ക് തള്ളിവിടുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ കൂടെ ഈ മയ്യനാട് പഞ്ചായത്ത് ഓഫീസ് കൂടെ ചെയ്യണം. 1981 പണി കഴിപ്പിച്ചതാണ്. ഇപ്പോൾ വർഷം 45-46 വർഷമായി. കാലാകാലങ്ങൾ മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും വൃത്തിയായിട്ടിരുന്നേനെ. പഞ്ചായത്ത് ഭരണസമിതി കണ്ണു തുറന്ന് എത്രയും പെട്ടെന്ന് ഇതിനുമേൽ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജന അഭിപ്രായം ഉയരുന്നത്. 5 കൊല്ലത്തിന് മുമ്പെന്നാണ്ട് ഈ സൈഡിൽ നിന്ന് പൊഴിഞ്ഞു വീഴാതിരിക്കാൻ ആ ഷീറ്റ് ഇട്ടത് കൊണ്ട് മുകളിൽ നിന്ന് വീഴുന്ന സാധനം ഒന്ന് താപ്പോട്ട് പോകാൻ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, അതും ആ ഇട്ടിരിക്കുന്ന സാധനം പൊളിഞ്ഞിരിക്കുക, അതിനടിയിൽ കൂടെ താപ്പോട്ട് വീണുകൊണ്ടിരിക്കുക. ഇനി എപ്പോഴാണ് അതിലെ പോകുന്നവർ ഇനി ഹെൽമെറ്റ് ഇല്ലാതെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് മയ്യനാട് പഞ്ചായത്ത്.
കയറുന്നവർ, വെളിയിൽ നിന്നുള്ളവരായാലും അതിന്റെ അകത്തുള്ളവരായാലും ഹെൽമറ്റും വെച്ച് ഈ പഞ്ചായത്തിന്റെ പരിസരത്തൂടെ പോകാൻ പറ്റും. നമ്മൾ നോക്കണം, വയനാട് പഞ്ചായത്ത് വിട്ട് കൊല്ലം ജില്ലയിൽ ഉൾനാടുകളിൽ എത്രയോ മനോഹരമായ പഞ്ചായത്തുകളുണ്ട്, പഞ്ചായത്ത് ഓഫീസുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. നമ്മൾ അകത്ത് കയറി ഇറങ്ങി പോകാൻ പോലും തോന്നില്ല. അത്ര മനോഹരമായ കെട്ടിടങ്ങളുള്ള പഞ്ചായത്തുകൾ, ഇതിനും വരുമാനം കുറഞ്ഞ റബ്ബറിന്റെ പോലും ആ വരുമാനമില്ലാത്ത ആ ചെറിയ പഞ്ചായത്തുകളുണ്ട്. ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനില്ലാത്ത ചെറിയ പഞ്ചായത്ത്, അവരെല്ലാം മനോഹരമാക്കിയാണ് അവർ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലുകളിൽ പലപ്പോഴും കാണാറില്ലേ. പക്ഷെ ഈ വയനാട് പഞ്ചായത്ത് ഒരു കാരണവശാലും നന്നാവില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്ന പോലെയാണ്. ഈ ബിൽഡിങ്ങിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്ര ഭീകരമല്ല ഇവിടെ എന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് കയറി നോക്കണം. ഈ പ്രദേശവാസികളോട് അറിയിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. വയനാട് പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടുത്തൂടെ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചേ നിങ്ങൾ പോകാവൂ. വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, കാര്യം ഇത് നാമാവിശേഷമായിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി വന്ന് പഴയ ഈ മത്സ്യബന്ധന്റെ ഓഫീസ് കിടന്ന ഈ കെട്ടിടത്തിന് അകത്തോട്ട് കയറി നോക്കിയാൽ ദാ കിടക്കുന്നു വലിയൊരു ദ്വാരം പോലെ. അതിന്റെ മുകളിൽ കൂടെ ആരെങ്കിലും അറിയാതെ നടന്നു പോയാൽ ഊർന്ന് താഴെ വീഴും. ഇതാണ് അവസ്ഥ. ഈ വയനാട് പഞ്ചായത്ത് ഓഫീസിന്റെ അടിയിൽ തന്നെ അടിത്തറ മൊത്തം ഇളകിയിരുന്നിട്ട് ഈ അടുത്ത കാലത്ത് സിമെന്റ് വെച്ച് അടച്ച് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. അത്രയ്ക്ക് മോശം അടിസ്ഥാനം വരെ പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഈ പ്രദേശവാസികൾ മനസ്സിലാക്കണം. ഈ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള പഞ്ചായത്ത് കെട്ടിടവും അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഭാഗങ്ങളും പൊട്ടിയ നിലയിലാണ്. ന്യൂസ് കേരളം 24.